ഇനിയും പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഒരു കോട്ട് കൂടെ ഓർമ്മപ്പെടുത്താം. സ്റ്റാർട്ട് വേർ ആർ യു, യൂസ് വാട്ട് യു ഹാവ്, ഡു വാട്ട് യു ക്യാൻ. എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗപ്പെടുത്തുക. എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണമെന്ന് താല്പര്യപ്പെടാത്ത ആളുകൾ കുറവായിരിക്കും. കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൻ്റെ കൂടെ ഒരു അധിക വരുമാനം എങ്ങനെ നേടാം, അതിന് എനിക്കെന്ത് ചെയ്യാനാകും എന്ന് ഓരോ ആളുകൾക്കും ചിന്തിക്കാവുന്ന ഒരു 10 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്കറിയാം, ഒരു ടാങ്കിലേക്ക് ഒരു സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പൈപ്പിലൂടെ മാത്രം വെള്ളം വരികയും അനവധി ടാപ്പുകളിലൂടെ അത് പുറത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ ആ ടാങ്കിൽ വെള്ളം സംഭരിച്ച് നിൽക്കുക എന്നത് പ്രയാസകരമാണ്. എന്നതുപോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഈ ഒരു അവസ്ഥയുണ്ട്. മിക്കവാറും ഒരു ഇൻകം സോഴ്സ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ, പക്ഷേ ചെലവുകൾ അനേകമാണ്. അപ്പോൾ ഈ ടാങ്കിൽ വെള്ളം കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി ഇതിലേക്ക് കൂടുതൽ പൈപ്പുകൾ, സോഴ്സുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പരിഹാരം. 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, ഹോളുകൾ താഴെ കൂടുതൽ ടാപ്പിലൂടെ പുറത്തു പോകുന്ന ഹോളുകളൊക്കെ അടച്ചു വെക്കുക. മറ്റൊന്ന്, അതിലേക്ക് വരുന്ന പൈപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ വീഡിയോയിൽ 10 ചോദ്യങ്ങളാണ്. ഈ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. കാരണം മിക്കവാറും ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സ്ട്രാ ഇൻകത്തിനുള്ള എൻ്റെ സ്കിൽ എന്താണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ്. പിന്നെ വളരെ ചുരുക്കം പേര് എനിക്ക് പുതിയൊരു സ്കില്ല് പഠിക്കാനുള്ള ടൈമില്ല എന്ന് പറയുന്നവരുണ്ട്. മറ്റുള്ളവർ എന്നെക്കാളും ടാലന്റഡ് ആയതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ഇൻകം നേടാൻ പറ്റുന്നത്, എനിക്കത്തരം കഴിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട്. അവസാനം പറഞ്ഞ 2 വിഭാഗത്തെ ഒഴിവാക്കുക. നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം ഈ വീഡിയോ പൂർണ്ണമായി കാണുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആളുകൾ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു ഹെൽപ്പ് എന്താണ്? നിങ്ങളെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഷയം ഉണ്ടാകും. ഉദാഹരണത്തിന്, നിങ്ങളോട് എൻ്റെ മകനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം, അവനക്ക് എക്സാം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവൻ്റെ ഇന്ന വിഷയമൊന്നും നീ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ്ങിനുള്ള കഴിവുണ്ട്, അങ്ങനെ ഒരു സ്കില്ലുണ്ട് എന്നാണ് അതിനർത്ഥം. അഥവാ നിങ്ങൾക്കൊരു ട്യൂഷൻ സെന്റർ തുടങ്ങാൻ പറ്റും. ആദ്യം 1-2 ആളുകളെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, കുട്ടികളെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്യൂഷൻ കൊടുക്കുക, പിന്നീട് അത് ഒരു ഗ്രൂപ്പാക്കി മാറ്റുക. ഇങ്ങനെ ഈ ഒരു സ്കില്ല് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ആളുകൾ നിങ്ങളോട് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. നിങ്ങളെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരു ഇലക്ട്രിക്കൽ വസ്തു നന്നാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഒരു കഴിവുണ്ട് എന്നാണ് അർത്ഥം. ഒരു വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഇങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു വീട്ടിൽ കേടായി വരുമ്പോൾ, എടാ അതൊന്ന് നോക്ക് എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അത്തരം ഒരു കഴിവുണ്ട് എന്നാണ്. മറ്റുള്ളവർ നിങ്ങളോട് അവരുടെ വസ്ത്രം ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ടൈലറിങ്ങിന് കഴിവുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നിങ്ങളോട് ആളുകൾ ആവശ്യപ്പെടുന്ന ഹെൽപ്പ് എന്താണ്? നിങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഉപയോഗപ്പെടുത്താറുള്ളത്? അത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകത്തിനുള്ള മാർഗമാക്കി മാറ്റാം എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഒരു സ്ട്രെസ് ഇല്ലാതെ എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്? നിങ്ങൾക്കത് എത്ര തവണ ചെയ്താലും എത്ര സമയം ചെയ്താലും നിങ്ങൾക്കതിലൊരു സ്ട്രെസ് വരില്ല, മടുപ്പ് വരില്ല. നിങ്ങളത് വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്കുണ്ടാകും. അതെന്താണ്? ചിലർക്കത് ഡ്രൈവിങ് ചെയ്യുന്നതായിരിക്കാം, ചിലർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നതായിരിക്കാം, ചിലർക്ക് ചിത്രം വരക്കുന്നതാവാം, ചിലർക്ക് ട്രെയിനിങ് നടത്തുന്നതാകാം. ഇങ്ങനെ എന്തുമാവാം. നിങ്ങൾക്ക് മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് നിങ്ങൾ നിലവിൽ ചെയ്യുന്നില്ല, പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ആ ഒരു കാര്യം ഏതാണ്? ആ സ്കില്ല് ഏതാണ്?
എന്ന് മനസ്സിലാക്കുക. അതും നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, നിലവിൽ നിങ്ങൾക്കൊരു ജോലിയിൽ നിന്നൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ തന്നെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അത് മറ്റുള്ള ആളുകൾക്കൊന്നും കിട്ടിയിട്ടില്ല. യുണീക്ക് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന, നിങ്ങൾ അതേ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് മാത്രം ലഭിച്ച ഒരു സ്പെഷ്യൽ സ്കില്ലുണ്ടാകും. ആ സ്കില്ല് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടും നിങ്ങൾക്ക് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാം. ആ സ്കില്ല് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. നാലാമത്തെ ചോദ്യം ഇതാണ്, ഒരു എഫേർട്ട് ഇല്ലാതെ നിങ്ങൾ പഠിച്ചെടുത്ത കാര്യം ഏതാണ്? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറെ വിഷയങ്ങൾ, കുറെ സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരു വിഷയം പഠിക്കാൻ നിങ്ങൾക്ക് തീരെ എഫേർട്ട് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് സ്വമേധയാ പഠിച്ചെടുക്കാൻ കഴിയുന്നതായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഏതായിരുന്നു? അതും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം, നിങ്ങളുടെ ചുറ്റുഭാഗത്ത്, അത് നിങ്ങളുടെ നാട്ടിലാവാം, നിങ്ങളുടെ ഗ്രാമത്തിലാവാം, എവിടെയാണെങ്കിലും നിങ്ങളുടെ ചുറ്റുഭാഗത്ത്, നിങ്ങൾ താമസിക്കുന്ന ഏത് പ്രദേശത്താണെങ്കിലും അവർ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം, ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തുക. അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, അവിടെ ഒരു ഗ്രോസറി ഷോപ്പ് ഇല്ല. എല്ലാ ആളുകളും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ടൗണിലേക്ക് പോകണം. അവിടെ ഒരു ഗ്രോസറി ഷോപ്പിന്റെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുറത്തുനിന്ന് സാധനങ്ങൾ അവരുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സാധ്യത അവിടെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ടാക്സി ഇല്ല, ഒരു ഓട്ടോ ഇല്ല, മറ്റുള്ള ആളുകൾ പുറത്തു പോകേണ്ടതുണ്ട്, വാഹനം കിട്ടണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടേണ്ടതുണ്ട് എങ്കിൽ അതൊരു പ്രോബ്ലമാണ്. അതിന് ഏത് രീതിയിലാണ് നിങ്ങളെ കൊണ്ട് ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അതും നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകത്തിനുള്ള മാർഗമാക്കി മാറ്റാവുന്നതാണ്. ആറാമത്തെ ചോദ്യം ഇതാണ്, ഒരാൾ നിങ്ങളോട് അദ്ദേഹത്തിന്റെ മകനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക? നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കാം, പബ്ലിക് സ്പീക്കിംഗ് അറിയെങ്കിൽ അത് പഠിപ്പിക്കാം, നിങ്ങൾക്ക് തുന്നൽ പഠിപ്പിക്കാം. ഇങ്ങനെ നിങ്ങളുടെ കഴിവെന്താണ്, ഇന്ന് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കഴിവെന്താണ് എന്ന് തിരിച്ചറിയുക. അതും നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകത്തിനുള്ള മാർഗമാക്കി മാറ്റാം. ഏഴാമത്തെ ചോദ്യം ഇതാണ്, കാലങ്ങളായി നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പഠിച്ചെടുക്കണമെന്ന് തീരുമാനിച്ച ഒരു സ്കില്ലുണ്ടാകാം. അത് ഗ്രാഫിക് ഡിസൈനിങ് ആവാം, കോഡിംഗ് ആവാം, ഫോട്ടോഗ്രാഫി ആവാം, വീഡിയോ എഡിറ്റിംഗ് ആവാം, ഇങ്ങനെ എന്തോ ആവാം. അത് നിങ്ങൾ പഠിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നേ വരെ നിങ്ങളത് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡാണത്, ഒരു വിഷയമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പഠിച്ചെടുക്കുക. ഒരു 6 മാസം കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. എട്ടാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ, ഒന്നും ചാർജ് ചെയ്യാതെ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്കിൽ എന്താണ്? നിങ്ങൾക്ക് ആരും ഒന്നും പേയ്മെന്റ് ചെയ്യൂല, പൈസ തരില്ല, എന്നാലും എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് ചെയ്യാം എന്ന് നിങ്ങൾ സ്വയം താല്പര്യപ്പെടുന്നൊരു സ്കിൽ എന്താണ് എന്ന് കണ്ടുപിടിക്കുക. അതും എക്സ്ട്രാ ഇൻകത്തിനുള്ള ഒരു മാർഗമാണ്. 9ാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ചുറ്റിലുള്ള ഒരാൾ ഇതേപോലെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അയാൾ ഉണ്ടാക്കുന്നത്? ഫ്രീലാൻസ് വർക്ക് ചെയ്തിട്ടായിരിക്കാം. അയാൾ ചെയ്യുന്ന വർക്ക് എന്താണ്? ചില ആളുകൾ പുസ്തകം എഴുതിയിട്ടാവാം, ചിലപ്പോൾ യൂട്യൂബ് വീഡിയോകൾ ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് മറ്റുള്ള വർക്കുകൾ ചെയ്തിട്ടാവാം. അതെന്താണ് എന്ന് കണ്ടുപിടിക്കുക. അത് അയാളുടെ ആ ഒരു പ്രവർത്തനം കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് നാം കോപ്പി ചെയ്യുക. നാം അത് കാര്യം തന്നെയാണ് കോപ്പി ചെയ്യുന്നത്, പക്ഷെ നമ്മളിൽ ഒരു യുണീക്നെസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് അതും നമുക്ക് അധിക വരുമാനത്തിനുള്ളൊരു മാർഗമാക്കി മാറ്റാവുന്നതാണ്. 10ാമത്തെയും അവസാനത്തെയും ചോദ്യം ഇതാണ്, ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ആ പണം ഉണ്ടാക്കിയെടുക്കുക? എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. എന്തായിരിക്കും ആ ജോലി? എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു ജോലി ഏതാണ്? എനിക്ക് ഈ ആഴ്ചയിൽ ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് കഴിവാണുള്ളത് എന്ന് സ്വയം ചോദിക്കുക. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലും അതും നിങ്ങൾക്ക്
ഒരു അധിക വരുമാനത്തിനുള്ള, ഒരു എക്സ്ട്രാ ഇൻകത്തിനുള്ള മാർഗമാക്കി മാറ്റാവുന്നതാണ്. ഈ 10 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക. ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്നത് മിക്കവാറും ഒരേ സ്കില്ലിനായിരിക്കും, ഒരേ കഴിവിനായിരിക്കും. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവാണ്. തീർച്ചയായിട്ടും അത് പുറത്തെടുത്താൽ കൂടുതൽ വരുമാനത്തിനുള്ളൊരു മാർഗമായി മാറും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ കണ്ടുപിടിച്ച ആ ഒരു സ്കില്ല് എന്താണോ അതിനെക്കുറിച്ച് ഒരു 10-15 മിനിറ്റ് എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുക. യൂട്യൂബിലും മറ്റൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് എല്ലാ വിഷയത്തെക്കുറിച്ചുണ്ട്. അത്തരം വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ട് പഠിക്കുക, അതേക്കുറിച്ച് പഠിക്കുക. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം 1-2 ആളുകൾക്ക് മാത്രം നിങ്ങളുടെ ആ ഒരു സ്കില്ല് ഉപയോഗപ്പെടുത്തി വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നീട് അത് സ്കെയിലപ്പ് ചെയ്യുക. അത് ഇന്ന് തന്നെ പഠനം തുടങ്ങണം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയും വേണം. കാരണം എല്ലാം തികഞ്ഞിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം തുടങ്ങാമെന്ന് വെച്ചാൽ അതൊരിക്കലും തുടങ്ങലുണ്ടാവില്ല. ഇതിന് നമ്മുടെ ഹാബിറ്റുകൾ മാറ്റേണ്ടി വരും, നമ്മുടെ രീതികൾ മാറ്റേണ്ടി വരും. ഇതുവരെ ജീവിച്ചു വന്ന പോലെ, ഉറങ്ങിയതുപോലെ കിടന്നുറങ്ങിയാൽ എക്സ്ട്രാ ഇൻകം ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. കാരണം ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. കലാം പറഞ്ഞത് അതാണ്. യു കാനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ, യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്, യുവർ ഹാബിറ്റ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. നമുക്ക് നമ്മുടെ ഭാവിയെ മാറ്റാൻ പറ്റൂല, പക്ഷെ നമ്മുടെ ശീലങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. ആ ശീലങ്ങൾ നമ്മുടെ ഭാവിയെ മാറ്റിയെടുക്കും. ഇനിയും പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഒരു കോട്ട് കൂടെ ഓർമ്മപ്പെടുത്താം. സ്റ്റാർട്ട് വേർ ആർ യു, യൂസ് വാട്ട് യു ഹാവ്, ഡു വാട്ട് യു ക്യാൻ. എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗപ്പെടുത്തുക. എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.